നമസ്കാരം. ഒരാള് മറുപടി ഇട്ടിട്ടുണ്ട്. സം സേ കേതു ഡിനോട്ട്സ് പാസ്റ്റ് ലൈഫ് കർമ്മ ആൻഡ് രാഹു ഡിനോട്ട്സ് ഫ്യൂച്ചർ എന്ന് എഴുതിയിട്ടുണ്ട്. ചില ജ്യോത്സ്യന്മാര് കേതുവാണ് പാസ്റ്റ് ലൈഫിനെ കുറിച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ള രീതി പറയുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ രാഹു കേതുക്കൾ നമ്മൾ ഇതിപ്പോ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ ഒരു വിഷയമാണ് എന്നാണ് ഇവിടെ തന്നെ ഈ വീഡിയോകളിൽ ഏതൊക്കെയോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. മുമ്പേ ഞാൻ പറഞ്ഞത് വന്നതിൽ ഏതിലും ഒന്ന് വ്യക്തമാകാതുണ്ടോ എന്നൊരു സംശയവും കൂടി തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഇപ്പൊ രാഹു ഗ്രഹനിരയിൽ ഏത് രാശിയിൽ നിൽക്കുന്നോ ആ രാശിയുടെ നാഥനാണ് പൂർവ്വജന്മത്തിന്റെ ഫലം പറയിപ്പിക്കുക. അതുകൊണ്ടാണ് രാഹുവിന്റെ കൈകളിലാണ് പൂർവ്വജന്മ സ്മൃതികൾ എന്ന് പറഞ്ഞ് ഞാൻ ഏതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം രാഹു അവിടെ ആ പ്രസ്തുത ഗ്രഹത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറുന്നു. രാഹുവിന്റെ സ്വഭാവം ഒട്ടും ബാധിക്കാത്ത ഗ്രഹം നവഗ്രഹങ്ങളിൽ ജ്യോതിഷ വിധിയിലൂടെ നമ്മൾ നോക്കുമ്പോൾ വ്യാഴം മാത്രമാണ്. വ്യാഴത്തിനെ രാഹു കയറി ബാധിക്കില്ല. ബാക്കി എല്ലാ ഗ്രഹങ്ങളെയും രാഹു ബാധിക്കും. എന്നാൽ പൂർവ്വജന്മ ഫലം പറയുമ്പോൾ രാഹു വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ, ഇപ്പൊ മീനം രാശിയിൽ രാഹു നിൽക്കുന്നു, വ്യാഴത്തിന്റെ സ്വക്ഷേത്രമാണ്. ധനുരാശിയിൽ രാഹു നിൽക്കുന്നു. ഇപ്പൊ വ്യാഴത്തിന്റെ രാശികളായ ധനുവിലും മീനത്തിലും രാഹു നിൽക്കുന്നു എന്ന് വയ്ക്കുക. ധനുവിൽ ഒരാളുടെ ഗ്രഹനിലയിൽ ധനുവിൽ രാഹു, മറ്റൊരാളുടെ ഗ്രഹനിലയിൽ മീനത്തിൽ രാഹു എന്ന് വയ്ക്കുക. ഇവിടെ വ്യാഴത്തെ കുറിച്ചാണ് അപ്പൊ ചിന്തിക്കുന്നത്. രാഹു നിൽക്കുന്ന രാശിയുടെ അധിപന്റെ കൈകളിലാണ് പൂർവ്വജന്മത്തിന്റെ പല തൊഴിലുകളെ കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വ്യാവഹാരിക ജീവിത ധർമ്മങ്ങളെ കുറിച്ചും ഒക്കെ പറയേണ്ടി വരുന്നത്. അപ്പോഴ് പൂർവ്വജന്മത്തിന്റെ ഫലം നമ്മൾ നോക്കുമ്പോൾ രാഹു നിൽക്കുന്ന രാശി അധിപനെ കുറിച്ച് ആണ് പറയേണ്ടതെന്നും, എന്നാൽ വ്യാഴത്തിനെ രാഹുവിന്റെ ബാധ കൂടുതൽ പിടിക്കുന്നില്ല എന്നും പറയുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഫലത്തിൽ കുറേയും കൂടെ ചില കാര്യങ്ങളിൽ പ്രാധാന്യം വരുന്നുണ്ട്. ഇവിടെ എത്ര ഡിഗ്രിയിലാണ് രാഹു നിൽക്കുന്നത്, രാഹുവിന്റെ നിൽപ്പ് തീവ്രമാണോ അല്ലയോ, പിന്നെ ആ രാശിയാധിപൻ, രാഹു നിൽക്കുന്ന രാശിയുടെ അധിപൻ മറ്റൊരു രാശിയിൽ എത്രമാത്രം തീവ്രമായിട്ടാണ് നിലകൊള്ളുന്നത് എന്ന് വെച്ചാൽ ഡിഗ്രിയാണ് അവിടെ പരിശോധിക്കുന്നത്. ഇതെല്ലാം കുറേയേറെ നമ്മൾ നോക്കേണ്ടതുണ്ട്. വ്യാഴത്തിനെ കുറിച്ച് പറയുമ്പോൾ രാഹു വ്യാഴത്തിന്റെ രാശിയിൽ നിന്നാൽ പല വിധത്തിലുള്ള പ്രതികൂല ഫലങ്ങളെ കുറിച്ചും ശക്തമായി ചിന്തിക്കേണ്ടതില്ല. എന്നാൽ നമ്മൾ ഫലം നോക്കി പൂർവ്വജന്മത്തെ കുറിച്ച് പറയുമ്പോൾ പരിഹാരം പറയാൻ വേണ്ടി കേതുവിനെ നോക്കാം. കേതു ഏത് രാശിയിലാണ് നിൽക്കുന്നത്? രാഹു നിൽക്കുന്ന രാശിയുടെ സപ്തമ രാശിയിലായിരിക്കും, 7ാം രാശിയിലായിരിക്കുമല്ലോ കേതു നിൽക്കുന്നത്. കേതു നിൽക്കുന്നത് ഏത് രാശിയിലാണ്? ആ രാശിയാധിപനെ ബന്ധപ്പെടുത്തിയും കേതു നിൽക്കുന്ന രാശിയാധിപനെ ബന്ധപ്പെടുത്തിയും കേതു നിൽക്കുന്ന രാശിയാധിപൻ എവിടെ പോയി നിൽക്കുന്നു, ഏത് രാശിയിൽ നിൽക്കുന്നു, ഏത് ഭാവത്തിൽ നിൽക്കുന്നു, ആ നിൽക്കുന്ന രാശിയുടെ അധിപൻ എവിടെയാണ് നിൽക്കുന്നത്, ഏത് ഭാവത്തിലാണ്, ഇത്രയും കൂടി വെച്ചിട്ടാണ് പരിഹാരങ്ങൾ പറയേണ്ടത്. അപ്പോഴേ പൂർവ്വജന്മദോഷത്തെ കണ്ടെത്താൻ രാഹുവിനെയും പൂർവ്വജന്മദോഷ പരിഹാരം കാണുന്നതിന് കേതുവിനെയും ആണ് നമ്മൾ പ്രധാനമായി കണക്കൂട്ടുന്നത്. അപ്പോൾ കേതു നിൽക്കുന്ന രാശിയുടെ അധിപൻ അവിടെ തന്നെ കേതുവിനോടൊപ്പം നിൽക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഏത് രാശിയിലാണ് നിൽക്കുന്നത്, അത് ലഗ്നാൽ ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത്, ഇനിയും ആ നിൽക്കുന്ന രാശിയുടെ അധിപൻ വേറെ എവിടെങ്കിലുമാണോ, ഏത് രാശിയിലാണ് നിൽക്കുന്നത്, അത് ഏത് ഭാവമാണ്, ഇത്രയും ചിന്തിക്കുമ്പോൾ നമുക്ക് പൂർവ്വജന്മദോഷ പരിഹാരം പറയാനൊക്കെ. ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് അതിന്റെ കൃത്യമായ സൂക്ഷ്മത ഞാൻ വരുത്തിയിട്ടുള്ളതും അതൊരു 10-40 എണ്ണമെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് മറ്റ് നാഡീ ജ്യോതിഷത്തിലെ അഗസ്ത്യ നാഡി കുറച്ചും കൂടെ എൻ്റെ ജീവിതാനുഭവങ്ങൾ സൂക്ഷ്മമായി കണ്ടതിനാൽ അഗസ്ത്യ നാഡി വളരെയേറെ ശരിയാണെന്ന് ഓരോ കാണ്ഡം വായിച്ചപ്പോഴും ഞാൻ മനസ്സിലാക്കുകയും അതിന്റെ ശരിയായ രീതിയിൽ പറഞ്ഞു തരുന്ന ആളിന്റെ അടുക്ക് തന്നെ എത്താൻ ഒത്തു എന്നുള്ള ഒരു കാര്യവും കൂടിയുണ്ട്. അപ്പൊ ശരിയായ രീതിയിൽ അതിനെ വ്യവച്ഛേദിച്ച് പറഞ്ഞു തരുന്ന ആളിന്റെ സമീപം എത്തിയിട്ട് അത് അറിയാൻ സാധിച്ചു എന്നൊരു മഹാഭാഗ്യം എനിക്കുണ്ട്. അത് പല കാണ്ഡങ്ങൾ വായിച്ചത് കൊണ്ടും എനിക്ക് എൻ്റെ അനുഭവം 100% കൃത്യമായതിനു ശേഷവും ഞാൻ പറയുന്ന പൂർവ്വജന്മ ഫലം അവര് പറഞ്ഞതും നേരത്തെ പറഞ്ഞിട്ട് വന്നവര് അത് വെച്ചിരിക്കുന്ന, റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നു, എഴുതി വെച്ചിരിക്കുന്നതുമായിട്ട് സാമ്യമുണ്ടോ എന്ന് നോക്കുമ്പോഴും എല്ലാം ഒന്ന് തന്നെ. പക്ഷെ നാഡിയിൽ പറയുന്ന അത്രയും എനിക്ക് ഒക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. പേര്, നാള്, പൂർവ്വജന്മം ഒക്കെ ഇങ്ങോട്ട് പറയുന്നു. പൂർവ്വജന്മത്തിലെ പേര്, പൂർവ്വജന്മം ഞാൻ പറയുന്നുണ്ട്, പൂർവ്വജന്മത്തിലെ പേര് ചിലരുടെ പറയും. ഞാൻ പൂർവ്വജന്മത്തിലെ ജോലി പറയും, പലപ്പോഴും സമുദായം പറയും, പലപ്പോഴും ദിക്കുകൾ പറയും, ഇതെല്ലാം ചെയ്യുന്നുണ്ട്.
പലതും എങ്കിലും പൂർവ്വജന്മത്തിൽ അവരുടെ പേരെന്താണെന്നുള്ളത് എനിക്ക് സംഭവിക്കുന്നില്ല, പറയാൻ കഴിയുന്നില്ല. ഈ ജന്മത്തിലെ പേര് വരെയും അച്ഛന്റെ അമ്മയുടെയും പേര് വരെയും നാഡിയിൽ കൃത്യമായിട്ട് അഗസ്ത്യ നാഡിയിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും ഇപ്പോൾ സംഭവിക്കുന്നില്ല. നിലവിലുള്ള ജീവിച്ചിരിക്കുന്ന ഒരു ജ്യോത്സ്യനും അത് സംഭവിക്കും എന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഞാൻ അതിനും കൂടി ഒരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക, എങ്ങനെയാണ് ആ പേരുകൾ പറയാൻ സാധിക്കുന്നത് എന്നുള്ളത്. അത് ഇതുവരെ എനിക്ക് പേരുകൾ പറയാൻ സാധ്യമായിട്ടില്ല. പൂർവ്വജന്മത്തിന്റെ കാര്യങ്ങളിലേക്ക് കടന്നാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതിനകത്ത് പറഞ്ഞിരുന്നത്, അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയിരുന്നത് ഇത് തന്നെയാണ്. ഇതിന്റെ ഒരു ക്ലാരിറ്റി, ഒരു വ്യക്തതയാണ് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചത് രാഹു കേതുക്കളെ കൊണ്ടും. പിന്നെ ഇതിന് ഉപോദ്ബലകമായി നമ്മൾ 9ാം ഭാവാധിപനെ എടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ 9ാം ഭാവത്തിൽ ലഗ്നാധിപനാകുന്ന ആദിത്യൻ പോയി ഉച്ചരാശിയിൽ നിൽക്കുന്ന രാശിയുടെ അധിപനാകുന്ന ചൊവ്വ എവിടെ നിൽക്കുന്നു എന്നും വ്യക്തമാകാത്തത് കൊണ്ട് പൂർവ്വജന്മ ഫലം പ്രവചിക്കാനുള്ളതിൽ പൂർണ്ണത കൈവരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്നാലും 9ാം ഭാവത്തിൽ ലഗ്നാധിപനാകുന്ന ആദിത്യൻ ഉച്ചക്ഷേത്ര ബലവാനായി നിൽക്കുന്നതിനാൽ പൂർവ്വജന്മം ശ്രേഷ്ഠമായിരുന്നു എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മള് പൂർവ്വജന്മത്തെ കുറിച്ച് പറയുമ്പോൾ രാഹു കേതു ഈ ഗ്രഹങ്ങൾ നിൽക്കുന്ന രാശിയാധിപന്മാർ, ഭാവം, 9ാം ഭാവം, ഇതെല്ലാം കൂടി ചിന്തിച്ചിട്ട് വേണം നമ്മൾക്ക് പൂർവ്വജന്മത്തെ കുറിച്ച് പറയാൻ. അപ്പോഴ് രാഹുവിന്റെ കേതുവിന്റെ ഈ നിൽപ്പ് കണ്ടിട്ട് പൂർവ്വജന്മ ഫലം പറയുന്നതിനെ നമ്മൾ കൂടുതൽ അത് ശരിയാണ് എന്ന് ഉറപ്പിക്കുന്നതിന് ഞാൻ കണ്ടെത്തിയ ഒരു ഉപാധിയാണ് 40ൽ പരം ഗ്രഹനിലകൾ എടുത്തുകൊണ്ട്, 40 അല്ല അതിൽ കൂടുതലുണ്ട്, എസ്പെഷ്യലി ഞാനത് കൃത്യമായി കുറിച്ചിട്ടിരിക്കുന്നത് 40ഓളം ഉണ്ട്. അത് ഞാൻ പറഞ്ഞതും അഗസ്ത്യനാഡിയിലെ സൂക്ഷ്മമായി അപഗ്രഥിച്ച് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അവര് പറഞ്ഞിരുന്നതും ഒരേ ഫലം തന്നെ. എന്ന് വെച്ചാൽ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നവരെ അവർ വ്യക്തമായി വായിച്ച് കേൾപ്പിക്കുന്നു. അതിൽ തന്നെ ഗുപ്തമായ പല ആശയങ്ങളും ഉണ്ട്. അവരതങ്ങനെ വായിച്ചു പോകും. നമ്മൾ ആ ഗുപ്തമായ ആശയങ്ങളെ വ്യവച്ഛേദിച്ചറിയാൻ നമുക്കൊരു കഴിവ് വേണം. നമ്മളത് ചോദിച്ച് വ്യക്തമായി മനസ്സിലാക്കുകയും വേണം. അതെല്ലാം കുറഞ്ഞ പക്ഷം റെക്കോർഡ് ചെയ്യുകയോ എഴുതിയെടുക്കുകയൊക്കെ ചെയ്യണം. ഇതൊന്നുമില്ലാത്ത ഒരു ഊഹാപോഹത്തിന് ഇപ്പൊ ഞാൻ തന്നെ പലതും പറയുമ്പോൾ കേട്ടിരുന്ന് തലകുലുക്കി പോകും. പിന്നീട് ഇന്ന് അങ്ങും ഇങ്ങും ഇല്ല, എന്തായിരുന്നു ഞാൻ അന്ന് പറഞ്ഞതെന്ന് പിന്നീട് ഞാൻ വരുമ്പോൾ ചോദിക്കും. എനിക്ക് നല്ല ഓർമ്മയുണ്ടാകും. അപ്പോഴവർക്ക് ഒന്നിനെ കുറിച്ചും വ്യക്തതയില്ല. പിന്നെ എന്താണ് നിങ്ങൾ എന്റെ മുന്നിൽ നിന്ന് എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞ് തലകുലിക്കുകയെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഇതേ ഒരു അവസ്ഥയാണ് കാണുന്നത്. അങ്ങനെയാണ് ഈ നാഡീ ജ്യോതിഷത്തിനൊക്കെ ഒരുപാട് പഴി വെറുതെ പറഞ്ഞു കേൾക്കുന്നതും ഒക്കെ. പിന്നെ അതിന്റെ പരിഹാരങ്ങൾ, നമ്മളിപ്പോ 1000 പേരെ കൊന്നിട്ട് വന്നിരിക്കുന്നവന് 5000 രൂപയ്ക്ക് ഒരു പൂജ നടത്തിയാൽ അത് മാറുമോ ചോദിക്കുന്നത് എന്തൊരു മൗഢ്യമാണ്. 50,000 5 ലക്ഷമോ ആവണമെന്നില്ല ചിലപ്പോ. എന്ന് വെച്ചാൽ അത്രയും ഹോമദ്രവ്യങ്ങളൊക്കെ വെച്ചിട്ട് അതിന് അഭിഷേകം, മറ്റു പല പല കാര്യങ്ങളും ഉണ്ട്. എത്രയോ ദിവസത്തെ പൂജകളും ഒക്കെ ആയിരിക്കും അവർ നടത്തുന്നത്. അപ്പൊ അതും വെച്ചും കൂടിയാണ് പലപ്പോഴും നാഡീ ജ്യോതിഷത്തിനെയൊക്കെ ആക്ഷേപിക്കുന്നത്. ഞാൻ നാഡീ ജ്യോതിഷത്തിനെ കൂടെ അവലംബിച്ചിട്ടായിരുന്നു അതിന്റെ വലിയൊരു ഗവേഷണം നടത്തിയത്. ഞാൻ പറയുന്ന പൂർവ്വജന്മ ഫലം ശരിയാകുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച്, ഞാൻ പൂർവ്വജന്മത്തെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്തെല്ലാം തന്നെ അതിന് രേഖപ്പെടുത്തി വെക്കുകയും അവര് പറഞ്ഞിട്ട് കേട്ടത് വന്നിട്ട്. ഇപ്പോൾ തന്നെ ഞാനൊരു ഒരാളുടെ പറഞ്ഞപ്പോഴ് 13 വർഷം മുമ്പ് അവര് നോക്കിയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, താങ്കൾ ഒരു അമ്മയെ കൊന്നിരുന്ന ആളാണ്, അതുകൊണ്ട് ഈ ജന്മത്തിൽ, പൂർവ്വജന്മത്തിൽ അമ്മയെ കൊന്നിരുന്ന ആളാണ്, അതുകൊണ്ട് ഈ ജന്മത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നു പറഞ്ഞപ്പോൾ 13 വർഷം മുമ്പ് വൈത്തീശ്വരൻ കോവിലില് സദാശിവം എന്നോ മറ്റോ പറയുന്ന ഒരാളുടെ അടുക്കലാണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് അഗസ്ത്യനാഡി നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതേ പോയിന്റ് തന്നെ പറഞ്ഞിരുന്നു, പൂർവ്വജന്മത്തിൽ അമ്മയെ കൊന്നിരുന്നു. അതെല്ലാം പറഞ്ഞു. ഇന്ന് ഞാൻ പറഞ്ഞിരുന്ന പരിഹാരങ്ങൾ തന്നെയാണ് ഭൂരിപക്ഷവും അന്ന് നാഡിയിലൂടെ അവർ പറഞ്ഞു കൊടുത്തിരുന്നതെന്നും അയാൾ പറഞ്ഞു. മാത്രമല്ല അന്ന് ഇത്രയും ഗൗരവത്തിലെടുത്തില്ല, ആ പരിഹാരങ്ങളൊന്നും ചെയ്തില്ല എന്നും കൂടി എന്നോട് പറഞ്ഞു. അത് നമുക്ക് കുറച്ചും കൂടെ ബലം നൽകുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു അത്ഭുതകരമായ സംഭവം, പൂർവ്വജന്മത്തിൽ അമ്മയെ കൊന്നവൻ ജനിക്കുന്ന വീട്ടിൽ തന്നെ പൂർവ്വജന്മത്തിൽ അച്ഛനെ കൊന്ന ഒരാളും ജനിക്കും, സഹോദരങ്ങളെ കൊന്ന ആളും ജനിക്കും. ഇങ്ങനെ കൊലപാതകികൾ തന്നെ മിക്കവാറും ഒരു വീട്ടിൽ തന്നെ പരസ്പരം പൂരകമായി ജനിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഞാൻ ഈ അടുത്ത കാലത്താണ് ഒരു ഗവേഷണത്തിൽ അത് കണ്ടെത്തിയത്. ഇപ്പൊ മാതൃഹന്താവ് അവിടെ ഉണ്ടെങ്കിൽ പിതൃഹന്താവും ഭ്രാതൃഹന്താവും ഒക്കെ അവിടെ തന്നെ കാണും. ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. ഇന്ന് ഞാൻ ഏതോ ഒരു ജ്യോതിഷം രാവിലെ നോക്കിയപ്പോൾ വിളിച്ചു പറഞ്ഞത്, ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ആയിരുന്നു അത്. അതിനകത്ത് പറഞ്ഞിരുന്നത് പൂർവ്വജന്മത്തിൽ ജലാശയവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്തിരുന്നു, വീട് നശിപ്പിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ, അതിനുള്ള പരിഹാരം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അത് ഈ ജന്മത്തിൽ അന്ന് 23 വയസ്സ് മുതൽ 54 വയസ്സ് വരെയുള്ള കാലയളവ് ഒരുപാട് അധർമ്മ പ്രവർത്തികൾ ചെയ്തിരുന്നു എന്നും അതിനുശേഷം വളരെ ദുഃഖത്തിലേക്ക് പതിച്ചുവെന്നും
എന്നിട്ട് വീണ്ടും ഒരുപാട് നന്മ നിറഞ്ഞ ചിന്തകളും പ്രവർത്തികളും ചെയ്തെന്നും ആ ചിന്തകളും പ്രവർത്തികളും നന്മ നിറഞ്ഞതായി ബാക്കി കാലങ്ങളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ജന്മത്തിൽ വലിയ ദോഷങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നും മാത്രമല്ല മരണകാലമായപ്പോൾ ദരിദ്രനായി മരിച്ചതുകൊണ്ട് ഇനി അടുത്ത ജന്മത്തിലെങ്കിലും മഹാധനികനായിട്ടൊക്കെ ജനിക്കണേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നത് കൊണ്ടും ഈ ജന്മത്തിൽ ധനപരമായ ദുഃഖങ്ങളൊന്നും ഇല്ല, എല്ലാ ഭാഗ്യങ്ങളും അത്തരത്തിലുള്ള ബാഹ്യമായ സുഖങ്ങൾ നൽകുന്ന ഭാഗ്യങ്ങളെല്ലാം ഉണ്ട് എന്നും ഞാൻ പറഞ്ഞു. എന്നാൽ പൂർവ്വജന്മത്തിൽ ആ 23 വയസ്സ് മുതൽ 54 വയസ്സ് വരെ ചെയ്തിരുന്ന പാപഫലങ്ങൾ അക്കാലത്ത് തന്നെ തീർക്കാൻ സാധിച്ചിട്ടില്ല. ദോഷം അതിന്റെ റിയാക്ഷൻ ഈ ജന്മത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ഇപ്പോൾ ചൊവ്വയുടെ ദശ തീരുന്നതിനുള്ളിലും സൂക്ഷിക്കണം, രാഹുവിന്റെ ദശ ആരംഭിക്കുമ്പോഴും സൂക്ഷിക്കണം എന്നുകൂടിയാണ് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ കാര്യമാണ് പറഞ്ഞത്. ഇത് നമ്മൾക്ക് വളരെ വിചിത്രമായിട്ട് കാണാറുണ്ട്. അതുപോലെ ഞാൻ മറ്റൊരു കാര്യം ഓർക്കുന്നത്, ഒത്തിരി അനുഭവങ്ങളാണ്. ഒരു കുട്ടിയുടെ ഗ്രഹനില കണ്ടിട്ട് ആ കുട്ടി പൂർവ്വജന്മത്തില് അഭിസാരിക വൃത്തിയൊക്കെ ചേരുന്നതാണ്. അങ്ങനെ ഉത്തരേന്ത്യയിൽ ജനിച്ചിട്ട് മരിച്ചു വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഈ ജന്മത്തിൽ മാസമുറ ആരംഭിക്കുമ്പോൾ തന്നെ പരപുരുഷ ബന്ധം എന്ന് വെച്ചാൽ ഒരുപാട് പുരുഷന്മാരുമായിട്ട് ലൈംഗിക ബന്ധം ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ 2 കുട്ടികളുടെ ഞാൻ ചെയ്തിട്ടുണ്ട്. കുട്ടികളുടേതായതുകൊണ്ട്, കുട്ടികളെന്ന് വെച്ചാൽ 13-14 വയസ്സാകുന്നു. അപ്പോഴാ പറഞ്ഞത് മാസമുറയായി അതിന്റെ ഒരു കുട്ടിയുടെ വിവരം കിട്ടിയത് മാസമുറയായി ഏകദേശം മാസങ്ങൾ, ഒരു 9 മാസത്തിനുള്ളിൽ തന്നെ രഹസ്യമായിട്ട് എത്ര പേരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചാണ്. 9 പേരുമായിട്ടോ മറ്റോ തന്നെ ഈ കുട്ടി പോയി ബന്ധപ്പെടാൻ ഇടയായി എന്നാണ് പറഞ്ഞത്. പക്ഷെ പലതരത്തിൽ കുട്ടിക്ക് വാസന വരുക, അതിങ്ങനെ ഓടിക്കോളുക ആ പെൺകുട്ടി. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പൂർവ്വജന്മ ഫലത്തെ കുറിച്ച് നോക്കുമ്പോൾ. അപ്പോൾ എന്തായിരുന്നു ജോലി, എങ്ങനെയായിരുന്നു മരിച്ചത്, ഏത് തരത്തിലായിരുന്നു മരിച്ചത്, ഏതൊക്കെ കാലയളവിൽ എന്തെല്ലാം ചെയ്തിരുന്നു, ഇങ്ങനെയുള്ള ഒരു അതിസൂക്ഷ്മമായ ആന്തരിക പഠനത്തിലേക്ക് ഞാൻ ഇപ്പോൾ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ ഗ്രഹനിലയിൽ ലഗ്നം കിട്ടിയില്ല എങ്കിൽ പോലും, എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് അയാള് ജനിച്ച ദിവസം അറിയാം, പക്ഷെ ജനിച്ച സമയം അറിയുകയില്ല എന്നാണെങ്കിൽ പോലും നമുക്ക് പാസ്റ്റ് ലൈഫ് നോക്കാനൊക്കും എന്നൊരു തലത്തിലേക്കാണ് ആ വിഷയത്തിന്റെ ഗവേഷണം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പലപ്പോഴും മറ്റു മതത്തിൽ ജനിച്ചവരെ വിളിക്കുമ്പോൾ അവർക്ക് ജനിച്ച സമയമൊന്നും അറിയണമെന്നില്ല. പിന്നെ നമുക്ക് അവരുടെ നാള് കണക്ക് കൂട്ടാൻ വേണ്ടി വെക്കുന്നത് ചിലര് നമുക്ക് ഓരോരുത്തരെ കാണുമ്പോൾ ഏകദേശം ഇന്ന നാളായിരിക്കാം എന്നൊരു നമുക്ക് കണ്ടെത്താൻ. ചിലരെ കണ്ടാലേ അറിയാം. പ്രത്യേകിച്ച് ബുധന്റെ നക്ഷത്രക്കാരെ വളരെ വേഗം തിരിച്ചറിയാനൊക്കും, ചന്ദ്രന്റെ നക്ഷത്രക്കാരെ വളരെ വേഗം തിരിച്ചറിയാനൊക്കും. ചന്ദ്രന്റെ നക്ഷത്രം എന്ന് പറയുമ്പോൾ രോഹിണിയത്തിൽ തിരുവോണം, ബുധന്റെ നക്ഷത്രം ആയില്യം, തൃക്കേട്ട, രേവതി, ഇവരെയൊക്കെ നമുക്ക് വളരെ വേഗം തിരിച്ചറിയാൻ സാധാരണഗതി എനിക്ക് സാധിക്കുന്നുണ്ട്. എന്നാല് ചില നക്ഷത്രങ്ങൾ നമ്മൾ 3 നാളുകൾ വരെ ചിലപ്പോൾ അത് വെച്ചിട്ട് അതിലേതെങ്കിലും ഒന്നായിരിക്കാം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അപൂർവമായിട്ട് വരാറുണ്ട്. എന്നാൽ മിക്കവാറും നാളുകളെ കണ്ടെത്താൻ സാധിക്കുന്നതുകൊണ്ട് ജനിച്ച സമയം കിട്ടിയില്ലെങ്കിലും നമുക്ക് ആ ദിവസം തന്നെ ഒരു നാൾ വന്നിട്ട് മറ്റൊരു നാളും കൂടി വരുന്ന രീതിയിലുള്ള നക്ഷത്ര പകർച്ച ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആക്കാം. ഇനിയും ഒരു കാര്യം, അവരുടെ തൊഴിലനുസരിച്ചും അവരുടെ ശരീരഘടന അനുസരിച്ചും അവരുടെ ശബ്ദ സാന്നിധ്യം അനുസരിച്ചും ഒക്കെ നമുക്ക് അവരുടെ ലഗ്നവും കണ്ടുപിടിക്കാൻ ഏറെക്കുറെ ഒക്കുന്നതാണ്. അങ്ങനെ നമുക്ക് അത് ക്ലിയർ ചെയ്യാം. ഇതൊന്നുമില്ല എങ്കിൽ പോലും ലഗ്നം അറിയാനൊക്കുന്നില്ല, ജനിച്ച സമയമേ അറിയാനൊക്കുന്നില്ല എങ്കിൽ പോലും രാഹു കേതുക്കൾ നിൽക്കുന്ന സ്ഥാനം കൊണ്ടുകൂടി നമുക്ക് ഒരു പരിധി വരെ, ഒരു 50% എങ്കിലും പൂർവ്വജന്മ ഫലത്തെ കണ്ടെത്തി പറയാൻ സാധിക്കുന്നതാണ്.